ഹരിദാസ് കൂടിയുണ്ട്. ഷോണിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? ശരി ഹരിദാസ്, ചോദിച്ചോളൂ. താങ്കൾ ശ്രീ ഷോൺ താങ്കളൊരു ചർച്ചയിൽ ഈ കേവലം 1.72 കോടി രൂപയുടെ ഒരു സ്കാം അല്ല, 135 കോടി രൂപയോളം വരുന്നൊരു സ്കാം ആണെന്നും അതിലെ 4 പേരുടെ പേരും താങ്കൾ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പേരുകൾ ഓർമ്മയില്ല. താങ്കൾ ഈ 4 പേരുടെ പേരും ഈ 135 കോടിയിലേക്ക് എത്തുന്ന ഇതിൻ്റെ ഈ സ്കാമിൻ്റെ ഡീറ്റെയിൽസ് SFIOയ്ക്കും EDക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ താങ്കളെ ചോദ്യം ചെയ്യല്ല. താങ്കൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന് അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അല്ല, താങ്കൾ ഉദ്ദേശിച്ച ശ്രീ MK ഹരിദാസ് KSIDCയുടെ ആ 4 പേരുടെ പേര് പറഞ്ഞതിനെ കുറിച്ചാണോ? മഞ്ജുഷ, അതെ തീർച്ചയായിട്ടും. 135 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണമാണ് ഇത് സത്യത്തില്. ചേട്ടാ, ഞാനതൊന്ന് വിശദീകരിക്കാൻ സമയം തരാമെങ്കിൽ ഞാൻ പറയാം. അതായത് എന്ന് താങ്കൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിനകത്ത് ഒരു ക്ലാരിറ്റി ഞാൻ പറയാം. അതായത് 135 കോടി രൂപ എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ CMRL എന്ന് പറയുന്ന പൊതുമേഖല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ കണക്കുകളിൽ നടത്തിയ ഒരു തിരിമറിയാണ് 135 കോടി രൂപ. 1.72 കോടി രൂപ എന്ന് പറയുന്നത് ആ 135 കോടി രൂപയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിട്ടുള്ള അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുള്ള തുകയാണ് ഈ 135 കോടി രൂപയിൽ 1.72 കോടി രൂപ. ഇതിൽ നിന്നും 13.4% ഷെയറുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സേവനമായ KSIDCക്ക് ഈ 135 കോടി രൂപയിൽ നിന്നും 13.4% ഷെയർ എന്ന് പറയുന്നത് 18 കോടി രൂപയാണ്. ആ 18 കോടി രൂപ KSIDCക്ക് നഷ്ടമായിട്ടുണ്ട്. ഞാൻ 4 പേരുടെ പേരുകൾ ഇവിടെ പരാമർശിച്ചത് അങ്ങ് തുകയുമായി ബന്ധപ്പെട്ടല്ല. 4 പേരുടെ പേരുകൾ പരാമർശിച്ചത് ഞാൻ പേരുകൾ പരാമർശിച്ചത് ഒരിക്കൽ KSIDCയുടെ പ്രതിനിധിയായി ഒഫീഷ്യലായി നോമിനി ഡയറക്ടേഴ്സായിട്ട് CMRLന്റെ ഡയറക്ടർ ബോർഡിൽ ഒരു നോമിനി ഡയറക്ടറെ വെക്കാം KSIDCക്ക്. അങ്ങനെ നോമിനി ഡയറക്ടർമാരായിട്ടുള്ള ആളുകളിൽ 4 പേർ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് കൂളിംഗ് പീരീഡ് പോലും കഴിയാതെ CMRLന്റെ ഡയറക്ടർ ബോർഡിൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആരോപിച്ചിട്ടുള്ളത്. അത് വിശദമായി അതിന്റെ പരാതി ഞാൻ SFIOയ്ക്ക് നൽകിയിട്ടുണ്ട്, കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അത് പരാതി കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ വിശദമായ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു ശ്രീ MK ഹരിദാസ് ഉന്നയിച്ചത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ